മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനത്തിനുവേണ്ടി നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിലെ ജോഷ്വാ മാർ ഇഗ്നാത്തിയോസ് പിതാവിന്റെ പ്രസംഗം. പൗരോഹിത്യ പട്ടം സ്വീകരിക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഡീക്കൻ ജെറിൻ, ഡീക്കൻ സക്കറിയ, ഡീക്കൻ ബെനറ്റ്, സമർപ്പിത സഹോദരിമാരെ, മാതാപിതാക്കളെ, വൈദിക വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത രക്ഷകനായ യേശുക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ ജനനസമയത്ത് മാലാഖമാർ ലോകത്തിന് നൽകിയ സന്ദേശമാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ വന്ന് ജനിച്ചവൻ, പെസഹ അത്താഴത്തിൽ അപ്പമായി മാറിയവൻ, ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശരീരം മുറിച്ചു തന്ന് രക്തം പകർന്നു തന്ന് നമ്മെ വീണ്ടെടുത്തവൻ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളിച്ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ, സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ തലേ ദിവസം പെസഹ അത്താഴത്തിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് എൻ്റെ ശരീരമാണ്. മുന്തിരിച്ചാറെടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പൗരോഹിത്യം ഏർപ്പെടുത്തി. പുരോഹിതൻ ദൈവം മുമ്പാകെ നിൽക്കുന്നവൻ, മനുഷ്യരുടെ മുമ്പാകെ നിൽക്കുന്നവൻ, മനസ്സാക്ഷിയുടെ മുമ്പാകെ നിൽക്കുന്നവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനാണ്. അവനെ ദൈവം വിളിച്ചത് സ്വന്തം കഴിവനുസരിച്ചോ കുടുംബമാഹാത്മ്യമനുസരിച്ചോ വിദ്യാഭ്യാസ യോഗ്യത കണ്ടുകൊണ്ടോ ഒന്നുമല്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, അവിടുന്ന് എന്നെ ഉറ്റുനോക്കി എന്നുള്ളതാണ് എൻ്റെ ദൈവവിളി. നമ്മെ ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ദൈവം അത്രത്തോളം ഔദാര്യം കാണിക്കുകയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ വേർതിരിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. ഈ വലിയ പ്രക്രിയ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചത് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്താൽ, ദൈവാനുഗ്രഹത്താൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥതയുള്ള നമ്മുടെ രാജ്യത്തിൽ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. നമ്മുടെ ജനനേതാവായിരുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ മൻമോഹൻ സിംഗ് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തെ ഉയർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച വ്യക്തി ഇന്നലെ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. മിനിഞ്ഞാന്ന് കേരളത്തിന് സാംസ്കാരിക നായകൻ MT വാസുദേവൻ നായർ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. നമ്മുടെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും മറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ ഒരു പുരോഹിതൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവിടുന്ന് തിരഞ്ഞെടുത്തത് ഒരു വലിയ രഹസ്യമായിട്ടാണ് നാം കാണുന്നത്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് അനുദിന ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ തന്നോടുകൂടി ആയിരിക്കുവാൻ, ഐക്യപ്പെടുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുന്ന് വിളിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു വിളിയാണ് പുരോഹിതന്മാർ സ്വീകരിക്കുന്നത്. അവിടുത്തോടുകൂടി ആയിരിക്കുവാൻ, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ അർപ്പിക്കുന്ന പുരോഹിത തുല്യരായ മാതാപിതാക്കളിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ വീട്ടിൽ വളർന്നു വന്ന സാഹചര്യത്തിലും ഇടവക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടും ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് സെമിനറിയിൽ പ്രവേശിച്ച കാലഘട്ടം മുതലും ഈ ദിവസം വരെ ദൈവം അവരോട് കാണിച്ച ഔദാര്യത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ അവനോടുകൂടി ആയിരിക്കുവാൻ ലഭിച്ച അവസരങ്ങളെയൊക്കെ നന്നായി വിനിയോഗിച്ചു എന്നുള്ള സംതൃപ്തിയിൽ ആയിരിക്കാം. ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്ന ദിവസമാണ് ഇന്ന്. സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. ആരെങ്കിലും പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ അനുധാവനം ചെയ്യുവാൻ കഴിയും? ആ ദൈവത്തിൻ്റെ വചനം മാംസമെടുത്ത ക്രിസ്മസ് കാലഘട്ടത്തിൽ വചനം ഇവരിലൂടെയും നമ്മിൽ ഓരോരുത്തരിലൂടെയും മാംസമെടുക്കണം. ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ് ഇമ്മാനുവേൽ, ആ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. ആരെല്ലാം എന്നോടുകൂടി ഇല്ല എങ്കിലും എൻ്റെ ദൈവം എന്നോടുകൂടിയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക. ആ സാക്ഷ്യം നിറവേറ്റുവാൻ വചനപ്രഘോഷണത്തിലൂടെ, കൂദാശകളുടെ പരികർമ്മത്തിലൂടെ, നേതൃത്വത്തിലൂടെ പ്രവർത്തിക്കുവാൻ തമ്പുരാൻ ഇവരെ വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, യേശു തമ്പുരാൻ മരിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുവഴി നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് കടന്നു വന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പ്രതിനിധികളായി, മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി സിനഡാലിറ്റി ഓഫ് ദ ചർച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ 28-ാം തീയതി വരെ റോമിൽ നടന്ന സമ്മേളനത്തിൽ സഭ എങ്ങനെ ആയിരിക്കണം മുൻപോട്ട് പോകേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് ആഗോള സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിലൂടെയും സുനഹദോസിലെടുത്ത തീരുമാനങ്ങളിലൂടെയും എടുത്തു പറയുകയാണ് 3 കാര്യങ്ങൾ: കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ. Coming in union with God, with one another, with others and with ourselves and with the nature. ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടവസ്തുക്കളും സൃഷ്ടാവിൻ്റെ സാന്നിധ്യം പ്രഘോഷിക്കുമ്പോൾ മണ്ണിനോടും മരങ്ങളോടും പറവകളോടും മൃഗങ്ങളോടും മനുഷ്യരോടും ഐക്യപ്പെട്ട് വേണം നാം ജീവിക്കുവാൻ.
അവനോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. എല്ലാ കുറവുകളെയും നിറവുള്ളതാക്കുവാൻ നിറവുള്ളവൻ എന്നോടുകൂടിയുണ്ട്. അവനോടുകൂടി ആയിരിക്കുക നമ്മുടെ കടമയാണ്. എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള മറ്റുള്ളവരും ജീവിക്കണം, മനുഷ്യരായി ജീവിക്കണം, മനുഷ്യത്വത്തോടെ ജീവിക്കണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന മഹാപെരുന്നാൾ ക്രിസ്മസ് നാം ആഘോഷിച്ചത്. കൂടുതൽ മനുഷ്യത്വമുള്ളവരായി നാം മാറണം എന്നുള്ളതും തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എത്രത്തോളം മനുഷ്യത്വം നമുക്കുണ്ടോ അത്രത്തോളമേ ദൈവികത ഉണ്ടാവുകയുള്ളൂ. ഒരു സമൂഹത്തിൻ്റെ വളർച്ച, ഒരു കുടുംബത്തിൻ്റെ വളർച്ച, കൂട്ടായ്മയുടെ, സഭയുടെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനുള്ള ദൗത്യവും ആയിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഒരു പ്രത്യേകമായ സന്ദേശത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. എന്താണ് ആ സന്ദേശം? ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ സന്ദേശം. ഓരോ വ്യക്തിയിലും നിക്ഷേപിച്ച നിക്ഷേപം നന്മ സ്വരൂപിയായ ദൈവത്തിൻ്റെ നന്മയുടെ ഭാഗമാണ്. ആ കാരണത്താൽ ഓരോ കൊച്ചുകുഞ്ഞും യുവതി യുവാക്കന്മാരും മാതാപിതാക്കളും വൃദ്ധരായ ആളുകളും രോഗികളായ ആളുകളും എല്ലാവരും അവരവരുടേതായ ദൗത്യം നിറവേറ്റുവാനുണ്ട് എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് അധികാരമുണ്ട്, ഞാനൊരു അച്ഛനായി അഭിഷിക്തനായിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും, നിങ്ങളെല്ലാവരും അത് കേട്ടുകൊള്ളണം എന്ന് പറയുവാനല്ല. പിന്നെയോ പാർട്ടിസിപ്പേറ്ററി റോൾ, പങ്കാളിത്തം, എല്ലാവർക്കും അവരുടേതായ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരെ നയിക്കുവാനുള്ളവനാണ് ഒരു പുരോഹിതൻ. ഈ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധവും പങ്കാളിത്തവും ഉറപ്പാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നു. അതൊരു മിഷന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. യേശു തമ്പുരാൻ പരമേൽപ്പിച്ച ദൗത്യം ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം നിറവേറ്റുവാനാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ തമ്പുരാൻ പറഞ്ഞു, ഈ തൊഴുത്തിൽപ്പെടാത്ത അനേകം ആടുകൾ ഉണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും എന്ന്. ഈ ഐക്യം സാധിച്ചെടുക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ദൈവത്തോടും മനുഷ്യരോടും മനസ്സാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും ഐക്യപ്പെട്ട് നാം ജീവിക്കുമ്പോഴാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവായ ധന്യന്മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്തയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നാമകരണ പരിപാടികൾ നടക്കുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഈ നല്ല ഇടയൻ കാണിച്ചെന്ന മാതൃക, യേശുവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കണം എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ 97% ആളുകൾ ഇനിയും യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ 2 ഭദ്രാസനങ്ങൾ പ്രത്യേകമായും മിഷൻ ദൗത്യത്തോടുകൂടി പൂനാ ഭദ്രാസനവും ഡൽഹി ഭദ്രാസനവും പ്രവർത്തിക്കുമ്പോൾ വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യേശുവിനെ അറിയിക്കുന്ന വലിയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള മിഷനെ പ്രാർത്ഥനാപൂർവം സഹായിക്കുവാൻ, അവിടെ പോയി പ്രവർത്തിക്കുവാൻ നമ്മുടെ സുവിശേഷ സംഘാംഗങ്ങൾ ഒക്കെ എടുക്കുന്ന താല്പര്യം കാണുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് കഷ്ടം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് ഒരു സന്ദേശമെന്ന് ഗാന്ധിജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ആ മിഷന് വേണ്ടി സമർപ്പിക്കാം. എന്താണ് നമ്മുടെ മിഷൻ എന്ന് യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ
സിനഗോഗിലെ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വന്നു. വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം വായിക്കുവാൻ കൊടുക്കപ്പെട്ടു. പുസ്തകം തുറന്ന് അവിടുന്ന് അരുളി ചെയ്ത കാര്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ ദൗത്യമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ മാസം 24-ാം തീയതി ദിലേക്സിത് നോസ്, അവിടുന്ന് എന്നെ സ്നേഹിച്ചു. എത്രത്തോളം അവിടുന്ന് സ്നേഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ, മുൾമുടിയേറ്റുവാങ്ങിയ ശിരസ്സും മുറിവുകളാലുണ്ടായ ഉടലും കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട വിലാവും കാണിച്ചു തന്നുകൊണ്ട്, ആ കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി വെള്ളത്താൽ ശുദ്ധീകരിക്കുവാനും രക്തത്താൽ ശക്തീകരിക്കുവാനുമുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് അത്ഭുതകരമായി അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നു. തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് 17-ാം നൂറ്റാണ്ടിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ, യേശുവിൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ ഹൃദയമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയമാണ്, ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്ന മനുഷ്യത്വമുള്ള മാംസളത്വമുള്ള ഒരു ഹൃദയമാണ്. ഒരു പുരോഹിതൻ ആ യേശുവിൻ്റെ തിരുഹൃദയത്തിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനാണ് വാതിൽ എന്ന് യേശു തമ്പുരാൻ പറയുമ്പോൾ, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് തോമാസ് ശ്ലീഹായോടായി, നമ്മോട് ഓരോരുത്തരോടായി അരുളി ചെയ്യുന്ന തമ്പുരാൻ്റെ വാക്കുകൾ നാം മനസ്സിലാക്കണം. അവിടുന്ന് കാണിച്ചു തന്ന വഴി ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണ്. കാലിത്തൊഴുത്തിലെ ജനനവും അഭയാർത്ഥിയെപ്പോലെ ജെറുസലേമിലും സമറിയായാലും യൂദയായാലും ചുറ്റി നടന്ന് മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച ആ നന്മസ്വരൂപിയുടെ പ്രവർത്തനങ്ങളും, കാൽവരി മലയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് കാണിച്ച ആ ക്രിസ്മസ് അനുഭവം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഓഫറിങ് ദ ബെസ്റ്റ് മാസ്, ഏറ്റവും ശ്രേഷ്ഠമായ ബലി കാൽവരിയിൽ അർപ്പിച്ചുകൊണ്ട്, കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ കാൽവരിയിൽ ബലിയായി മാറുമ്പോൾ രണ്ടും ക്രിസ്മസാണ് പ്രിയ സഹോദരങ്ങളെ. ആ ഒരു അനുഭവത്തിലേക്കാണ് ഈ സഹോദരങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാനാണ് സത്യം. എവിടെയാണ് സത്യം? ആരാണ് സത്യം പറയുന്നത്? നിയമസഭയിൽ സത്യം ലഭിക്കുമോ? കോടതിയിൽ സത്യം ലഭിക്കുമോ? സഭയിൽ സത്യം ലഭിക്കുമോ? മനുഷ്യനെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് യേശു തമ്പുരാൻ അരുളി ചെയ്തുവെങ്കിൽ, നമ്മെ സ്വതന്ത്രരാക്കുവാൻ, പാപത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, അഹങ്കാരത്തിൻ്റെ അതീശ മനോഭാവത്തിൽ നിന്ന് ഒക്കെ നമ്മെ സ്വതന്ത്രരാക്കുവാൻ ആ തമ്പുരാൻ കാണിച്ചു തന്ന സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി സത്യത്തിന് സാക്ഷിയായി ജീവിക്കുന്നവർക്ക് അതുവഴി സാധിക്കും. സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത് അവിടുന്ന് നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുന്നുവോ അത്രത്തോളമേ ദൈവികതയുടേതായ അനുഭവം നമുക്കുണ്ടാവുകയുള്ളൂ. യേശു തമ്പുരാൻ കാണിച്ചെന്ന ആ വഴികൾ, സത്യം, ജീവൻ, ഇവയൊക്കെ നാം മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിത്വത്തെയാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് നിങ്ങളെ നിയോഗിക്കുന്നുവോ അവിടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റുവാനല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം, വേർതിരിച്ചവൻ്റെ ഇഷ്ടം, അഭിഷേകം ചെയ്തവൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനാണ്. അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ്
സമൂഹ നിയമങ്ങളൊക്കെ എഴുതിയവൻ, രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ലോർഡ് വാട്ട് ഷാൽ ഐ ഡു ഫോർ യു ടുഡേ, കർത്താവേ ഇന്ന് ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചതുപോലെ ആ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്ത് നൽകുവാൻ എടുത്ത ആ ത്യാഗം, ആ കമ്പാഷൻ, ആ ഹ്യൂമിലിറ്റി, അതൊക്കെയാണ് നമുക്ക് കൈമുതലായിട്ട് വേണ്ടത്. അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് എങ്ങനെ ആ ദൗത്യം നിറവേറ്റുവാൻ ദൈവികമായ പദ്ധതിക്ക് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ എത്ര ത്യാഗത്തോടു കൂടിയാണ് ആ പിതാവ് പ്രവർത്തിച്ചത്. വിറക് മുറിക്കുവാൻ, പാത്രം കഴുകുവാൻ ആ വിമലൻ മടിച്ചില്ല. അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട്, ആശാരിപ്പണി അഭിമാനമായി കണ്ടുകൊണ്ട് അപ്പനോടൊപ്പം ആശാരിപ്പണി ചെയ്ത് ജീവിച്ച യേശുവിനെ 30 വയസ്സ് വരെ നാം കാണുന്നുണ്ട്. ആധുനിക തലമുറ അധ്വാനിക്കാതെ അഭിവൃദ്ധി ഉണ്ടാകണമെന്നും പഠിക്കാതെ ജയിക്കണമെന്നും കഷ്ടപ്പെടാതെ സുഖിക്കണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ വ്യത്യാസമായി അധ്വാനത്തിലൂടെ നെറ്റിയിലെ വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കണമെന്ന് ആദത്തോട് കൽപ്പിച്ച കൽപ്പന പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് വഴിയും സത്യവും ജീവനുമായ യേശു നമ്മോട് കാണിച്ച ഔദാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതുവരെ പൂഴിക്കാട് ഇടവകയിൽ ജോസിൻ്റെയും മിനിയുടെയും മകനായി ജനിച്ച് സെമിനറിയിൽ, നമ്മുടെ മലങ്കര സെമിനറിയിൽ, മൈനസ് സെമിനറിയിലും, തുടർന്ന് കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനറിയിലും, തുടർന്ന് മലങ്കര മേജർ സെമിനറിയിലും പരിശീലനം പൂർത്തിയാക്കി ഇന്ന് പുരോഹിതനായി അഭിഷിക്തനാകുന്ന ഡീക്കൻ ജെറിൻ തുണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന്, എല്ലാ കുറവുകളെയും മനസ്സിലാക്കി നിറവുള്ളവൻ കാണിക്കുന്ന ഔദാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഔദാര്യത്തോടെ പ്രവർത്തിക്കുവാൻ അങ്ങയ്ക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുതല ഇടവകയിൽ സാൻഡേഴ്സ് കുട്ടിയുടെയും ഏലിയാമ്മയുടെയും മകൻ നമ്മുടെ മൈനസ് സെമിനാരിൽ പഠനം കഴിഞ്ഞ് ധർമ്മരാം വിദ്യാക്ഷേത്രം ബാംഗ്ലൂരിലും, തുടർന്ന് ദൈവശാസ്ത്രം നമ്മുടെ മലങ്കര മേജർ സെമിനാരിയിലും നിർവഹിച്ച ഡീക്കൻ സക്കറിയ പുരോഹിതനായി അഭിഷിക്തനാകുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും സഭയ്ക്കും ഉള്ളത് എന്നുള്ളതും നന്ദിയോടെ ഓർക്കുകയാണ്. ഡീക്കൻ ആന്റണി കുറ്റിക്കാട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ 98 ഡിസംബർ 15 സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. എൽസമ്മ എത്ര കരുതലോടുകൂടി ഈ മകനെ വളർത്തി. വഴുതാനം ഇടവകയിൽ ജനിച്ചു വളർന്ന ഈ മകൻ സെമിനറിയിൽ ചേർന്ന് കോട്ടയം സെൻറ് തോമസ് അപ്പോസ്റ്റലിക് സെമിനറിയിലും മലങ്കര മേജർ സെമിനറിയിലും പഠനം പൂർത്തിയാക്കി ഇന്ന് അഭിഷേകം ചെയ്യുകയാണ്. ഇവർ 3 പേരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പുരോഹിതരായി മാറുവാൻ വളരെ വിനയത്തോടെ, തീഷ്ണതയോടെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ജീവിത അവസാനം വരെ നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവരെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകുവാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് ഇവർക്ക് പൗരോഹിത്യപട്ടം നൽകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.